Hi, welcome to English Mithra. Let's go shopping എന്നാണോ നമ്മൾ പറയുക അതോ ലെറ്റ്സ് ഗോ ടു ഷോപ്പിംഗ് എന്ന് നമ്മൾ പറയണോ അതോ ഐ എം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ് എന്നാണോ പറയുക അതോ ഐ എം ഗോയിങ് ടു സൂപ്പർ മാർക്കറ്റ് എന്നാണോ നമ്മൾ പറയുക ഇവിടെ ഇവിടെ നമ്മൾ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. ലെറ്റ്സ് ഗോ ടു ഷോപ്പിംഗ് എന്ന് നമ്മൾ പറയില്ല. അതേപോലെ ഐ എം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ് എന്നാണ് നമ്മൾ പറയുക. ഐ എം ഗോയിങ് ടു സൂപ്പർ മാർക്കറ്റ് എന്ന് മാത്രമായിട്ട് പറയില്ല. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗോയുടെ ഒപ്പം നമ്മൾക്ക് യൂസ് ചെയ്യാവുന്ന prepositions ആണ് സെൻറ്റൻസസിൽ. നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിനെ പറ്റി പറയുമ്പോൾ, സ്ഥലങ്ങളിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നതോ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഗോയുടെ കൂടെ certain prepositions ആഡ് ചെയ്യാനുണ്ട്. അതിൽ ഓൺ വരും, ഫോർ വരും, ടു വരും, പിന്നെ ടൂവിൽ തന്നെ ചിലയിടത്ത് നമുക്ക് ഗോ ടു എ എന്ന് പറയേണ്ടി വരും, ചിലടത്ത് ഗോ ടു ദ എന്ന് പറയേണ്ടി വരും. ഇനി ഇത് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ഇന്നലെ സാധനത്തിന് ഇന്നത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഇല്ല. കുറേ എക്സെപ്ഷൻസ് ഉണ്ട് നമുക്കിതിൽ. അപ്പം നമ്മൾക്ക് റൂൾസ് വെച്ചൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഏകദേശം ഒരേ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് പറഞ്ഞ് കുറേ എണ്ണമൊക്കെ പഠിക്കാൻ പറ്റും. സോ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ചില കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഗോയുടെ കൂടെ ഒരു പ്രപ്പോസിഷനും ആഡ് ചെയ്യേണ്ടാത്ത കേസസ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് വീട്ടിൽ പോകുന്നതിന് വേണ്ടി വെൻ യു സേ ഐ എം ഗോയിങ് ഹോം, യു ഡോണ്ട് യൂസ് ഐ എം ഗോയിങ് ടു ഹോം, വി സേ ഐ എം ഗോയിങ് ഹോം, ജസ്റ്റ് സേ ഐ എം ഗോയിങ് ഹോം. സോ അവിടെ നമുക്ക് ഗോയുടെ കൂടെ ഒരു പ്രപ്പോസിഷനും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്, ലെറ്റ്സ് ഗോ സ്വിമ്മിങ്, വിൽ ഗോ ഡാൻസിങ് അങ്ങനെ പറയുമ്പോഴും അഗൈൻ നമ്മൾക്കിവിടെ ഒരു പ്രപ്പോസിഷനും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. അങ്ങനെ ആഡ് ചെയ്യേണ്ട വരാത്ത ചില വേർഡ്സാണ് ഇതുപോലത്തെ ജെറൻസ്, ആക്ടിവിറ്റീസ് കാണിക്കുന്ന കുറച്ച് ജെറൻസും അതുപോലെ ഹോം പോലത്തെ വേർഡ്സും. ഓക്കെ, ഹോം എസ്പെഷ്യലി അതൊരു എക്സെപ്ഷനാണ്. ഇനി ഗോ ഫോർ, ഗോയുടെ കൂടെ ഫോർ ചേർക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മൾ വാക്കിംഗ്, സ്വിമ്മിങ്, ഷോപ്പിംഗ്, ഡാൻസിങ് ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗോയുടെ കൂടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷെ അതേ കാര്യത്തിനെ പറ്റി ഗോ ഫോർ എ വാക്ക്, സ്വിം, ആ ചെയ്യുന്ന ആക്ടിവിറ്റീനെ വാക്ക്, ഇപ്പം വാക്കിംഗ് നമ്മൾ പറയും എ വാക്ക് എന്നും പറയും അല്ലേ. അപ്പോൾ എ വാക്ക്, എ സ്വിം, റൺ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഫോർ ചേർക്കും. സോ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ലെറ്റ്സ് ഗോ ഫോർ എ സ്വിം, ലെറ്റ്സ് ഗോ ഫോർ എ റൺ അങ്ങനെ. ഇനി അടുത്തത് ഗോ ഓൺ ആണ്. ഗോ ഓൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഗോ ഓൺ എ ഡേറ്റ്, ഗോ ഓൺ എ വെക്കേഷൻ, ഗോ ഓൺ എ ക്രൂസ്. നമ്മൾ കുറച്ച് എന്താ പറയുന്നത്, ചിലപ്പോൾ കുറച്ച് നാളത്തേക്കായിരിക്കും, ചിലപ്പോൾ നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും, ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനുള്ളൊരു ടൈമിലേക്ക് പോകുമ്പോഴാണ് മോസ്റ്റ്ലി നമ്മൾ ഈ ഗോ ഓൺ ആഡ് ചെയ്യുന്നത്. പക്ഷേ അതിനും എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റൂളില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു വെക്കേഷനൊക്കെ പോകുമ്പോൾ ഗോ ഫോർ വെക്കേഷനോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ പറയേണ്ടത് വി ആർ ഓൺ എ വെക്കേഷൻ, വി ആർ ഗോയിങ് ഓൺ എ വെക്കേഷൻ അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ വി ആർ ഗോയിങ് ഓൺ എ ഡേറ്റ് അങ്ങനെ. ഓക്കെ, ഇനി ഗോ ടു യൂസ് ചെയ്യുന്ന ചില കേസസ് ഉണ്ട്. ഒന്നെങ്കിൽ സ്ഥലങ്ങളെ, ഇപ്പം എന്തെങ്കിലും ഒരു സ്ഥലത്തിനെ പറ്റി പറയാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്ക് വി ക്യാൻ സേ ഐ എം ഗോയിങ് ടു ബെഡ്, ഐ എം ടയർഡ്, ഐ എം ഗോയിങ് ടു ബെഡ്, ഐ എം ഗോയിങ് ടു ചർച്ച്, ഐ എം ഗോയിങ് ടു സ്കൂൾ. ഇനി നമ്മൾ ചർച്ചിനെ പറ്റിയൊക്കെ ഒരു പെർട്ടിക്കുലർ ചർച്ചാണ് പറയുന്നതെങ്കിൽ ഐ എം ഗോയിങ് ടു ദ ചർച്ച് എന്ന് നമ്മൾ പറയും. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ ഐ എം ഗോയിങ് ടു ചർച്ച്, ഞാൻ പള്ളിയിൽ പോവുക എന്ന് പറയാൻ വേണ്ടി ഐ എം ഗോയിങ് ടു ചർച്ച് എന്ന് നമ്മൾ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഐ എം ഗോയിങ് ടു സ്കൂൾ, ഐ എം ഗോയിങ് ടു ബെഡ് അങ്ങനെ. ഓക്കെ, ഇനി ഈ ഗോ ടൂവിൽ നമ്മൾക്ക് ഗോ ടു എ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങളും ഉണ്ട്, ഗോ ടു ദ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങളും ഉണ്ട്. ഗോ ടു എ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ നമ്മളോട് ചോദിക്കുക ഇന്ന് വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയുമ്പോൾ ഐ എം ഗോയിങ് ടു എ പാർട്ടി ടു നൈറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മളവിടെ ഗോയിങ് ടു എ പാർട്ടി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ഏതെങ്കിലും ഒരു പാർട്ടിയാണ് നമുക്കങ്ങനെ. ഇപ്പം നമ്മളോട് ചോദിക്കുന്ന ആൾക്കും അറിയാവുന്ന ഒരു പാർട്ടിയാണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ദ ചേർക്കാം. അല്ലാത്ത കേസസിൽ ഏതെങ്കിലും അങ്ങനെ സ്പെസിഫിക് അല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ ഗോ ടു എ എന്നാണ് പറയാറ്. സോ ഗോ ടു എ പാർട്ടി, ഗോ ടു എ കൺസേർട്ട്, ഗോ ടു എ കോൺഫറൻസ് എക്സെട്ര. ഓക്കെ, ഇനി ഗോ ടു ദ എന്ന് നമ്മൾ പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അതായത് നമ്മൾ യൂഷ്വലി ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു സിറ്റിയിലുള്ള ഒരു മോളിലായിരിക്കും പോകുന്നത്, അല്ലെ അവിടെയുള്ള ഒരു എയർപോർട്ടിലായിരിക്കും പോകുന്നത്, അല്ലെ അവിടെ ഉള്ളൊരു ഇപ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കാണിക്കുമ്പോൾ നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് കാണും, അല്ലെ നമ്മൾ കാണുന്നൊരു ഡോക്ടർ കാണും. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണും. ഇന്നിടത്താണ് നമ്മൾ പോകുന്നതെന്ന് പൊതുവേ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗോ ടു ദ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഗോ ടു ദ ഡോക്ടർ, ഐ എം ഗോയിങ് ടു ദ ഡോക്ടർ ടുഡേ,
I'm going to a specialist, I'm going to the bank, I'm going to the supermarket, I'm going to the cinema, I'm going to the mall, I'm going to the airport. അങ്ങനെ. സോ ഇതാണ് ഗോയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻസ്. ഞാൻ പറഞ്ഞ പോലെ ഇതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല, പക്ഷേ ഏകദേശം ഈ ഗ്രൂപ്പിൽ പെടുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഏത് പ്രപ്പോസിഷനാണ് ഇവിടെ എക്സാമ്പിളിൽ യൂസ് ചെയ്തേക്കുന്നത് അത് നോക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കുറേ നാൾ യൂസ് ചെയ്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫ്ലോ വന്നോളും. നമ്മുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്യും ഏത് സെക്ഷനിൽ പെടുന്നതിന് വേണ്ടിയാണ് ഗോ ഫോർ യൂസ് ചെയ്യേണ്ടത്, ഗോ ഓൺ യൂസ് ചെയ്യേണ്ടത്, ഗോ ടു യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. താങ്ക് യു. English Mithra. Stop worrying, start learning.